സർട്ടിഫിക്കറ്റ് വീശി കാണിച്ച പാമ്പ് പത്തി താത്തു വരുന്ന കടി കിട്ടത്തില്ലെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മന്ത്രി എത്ര പേരോട് ഉത്തരം പറയേണ്ടി? നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി ആയിട്ട് പിടിക്കുന്നവരെ പാമ്പ് കടിക്കുന്ന വിഷ്വൽസ് ഞാൻ തരാം. പക്ഷേ ഇതൊക്കെ എനിക്കെതിരെ നടക്കുന്ന ഒരു ടാർഗറ്റ് കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനമാണ്. ഇത്ര കൊലക്കേസത്തിന് ശേഷമാണ് ശാസ്ത്രീയ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പാവപ്പെട്ട പാമ്പിനെ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാബ സുരേഷിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്ത് അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്നത്. കുറേയധികം പേഴ്സണൽ ചോദ്യങ്ങളുണ്ട്. അത് എത്രമാത്രം അദ്ദേഹം അതിന് സഹകരിക്കുമെന്ന് അറിയില്ല. നമുക്കേതായാലും നമുക്ക് മലയാളികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞങ്ങളിന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നത്. നമുക്ക് അദ്ദേഹമായിട്ടുള്ള അഭിമുഖത്തിലേക്ക് കടക്കാം. സുരേഷ് നമസ്കാരം. നമസ്കാരം. ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു, ഇത്രയും ദിവസമായി. അതെ, അപ്പൊ ഞങ്ങള് ശല്യം ചെയ്യേണ്ട ഉദ്ദേശമാണ് കുറച്ചങ്ങോട്ട് മാറിയിരുന്നത്. നല്ല കാര്യം. കാരണം എന്താ പറയുക, ഒരു രക്ഷയില്ലായിരുന്നു. കാരണം എനിക്ക് റെസ്റ്റ് എന്നും പറഞ്ഞ് വന്നാൽ എനിക്ക് ഒരു ദിവസം പോലും ഇന്ന് വരെ സമയം കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ കണ്ടു മലപ്പുറം താനൂരിൽ നിന്നൊരു ചേച്ചി വന്നിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. നിങ്ങളവിടെ പോയി പാമ്പ് പിടിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ അവിടെയൊക്കെ പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ട്. ഇത്രയും ബാധ്യതകൾ വെച്ച് സുരേഷ് മരിക്കുകയായിരുന്നെങ്കിൽ അതെ കുടുംബത്തിന് വലിയ ബാധ്യതയായി പോകത്തില്ലായിരുന്നു? കുടുംബത്തിന് ബാധ്യത മാത്രമല്ല, ഈ വാങ്ങിയ ആൾക്കാരൊക്കെ എന്താ പറയുക, എന്റെ ആത്മാവിലൊരു നിത്യശാന്തി കിട്ടുകയില്ല. അത്രയ്ക്ക് അവർ തൊഴുത് പ്രാപിയൻ എന്നുള്ളതാണ്. സുരേഷ് നേരെ നിന്നാൽ എല്ലാവരും നേരെ നിർത്താൻ പറ്റും. മാനസികമായിട്ടും സുരേഷ് തളർന്നാൽ അല്ല, മനസ്സിൽ തളർന്നാൽ പോയി. അതുകൊണ്ട് സുരേഷ് തീർച്ചയായിട്ടും സുരേഷിന്റെ കടബാധ്യതകൾ തീർത്ത് സ്വസ്ഥമായിട്ട് നിൽക്കണം. അതെ അതെ. ഇപ്പം ദൈവമായി നിങ്ങൾക്ക് ഒരു അവസരം. അപ്പൊ ഇനി കുറച്ച് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കുറച്ചുകൂടെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാൻ പാടില്ലേ? ഈ പാൻറ്റൊക്കെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പാൻറ്റുകൾ ഇടാൻ പാടില്ലേ? അല്ലെങ്കിൽ ഗ്ലൗസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലേ? ഹുക്ക് ഉപയോഗിക്കാൻ പാടില്ല? ഇതെല്ലാം സാധാരണക്കാർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഇതെല്ലാം ചുമ്മാ ശുദ്ധമായ മണ്ടത്തിന്. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണല്ലോ കേരളത്തിൽ സേഫ്റ്റി വരുന്നത്. ഇതിനു മുന്നേ സേഫ്റ്റി ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ സേഫ്റ്റി ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ എത്ര ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് അപൂർവങ്ങളാണ്. ഇവിടെ കേരളത്തിൽ വർഷത്തിൽ ശരാശരി പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇതൊക്കെ എനിക്കെതിരെ നടക്കുന്ന ഒരു ടാർഗറ്റ് കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല, ഒരു സേഫ്റ്റി ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി ആയിട്ട് പിടിക്കുന്നവരെ പാമ്പ് കടിക്കുന്ന വിഷ്വൽസ് ഞാൻ തരാം. കഴിഞ്ഞ മാസം കൊല്ലം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത് ട്രെയിനിങ് നേടിയ ചെറുപ്പക്കാരാണ്. അദ്ദേഹം അണലിയെ പിടിക്കുന്നതിനിടയിൽ പുറകിൽ നിന്ന് കൂടുതൽ ലൈറ്റ് അടിച്ചുകൊണ്ട് നാളെ ഇട്ടിട്ട് ഓടി. അദ്ദേഹത്തിന്റെ കടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. എന്തുകൊണ്ട് അതൊരു വാർത്തയായില്ല? അത് ട്രെയിനിങ് നേടിയ ആളല്ലേ, എന്തുകൊണ്ട് വാർത്തയായില്ല? അതെ, അതിന്റെ ആവശ്യം ഞാൻ ചെയ്യുന്നു. അങ്ങനെ പറയേണ്ട കാര്യം ഇപ്പൊ വനം വകുപ്പിന് ഇപ്പൊ പാമ്പിനെ പിടുത്തക്കാരായിട്ട് കുറെ ആൾക്കാരെ എടുത്തിട്ട് വനം വകുപ്പ് 10,000-3,500 രൂപ കിറ്റ് വാങ്ങി ഒരാളിന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്ത് ആവശ്യമാണ് ഇവിടെ ഉള്ളത്? അത് തന്നെ. ഇതിപ്പോ അതൊന്നും അല്ല സാർ. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ട വരും, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രോഗ്രാം കാണുന്നവരെങ്കിലും മലയാളികളൊന്ന് മനസ്സിലാക്കണം, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നും. പാമ്പ് പിടിക്കുന്നതിന് ശാസ്ത്രീയമായിട്ടൊന്നുമില്ല. ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ചെയ്യാൻ പറയുന്ന ആൾക്കാരുടെ പറമ്പുണ്ടെങ്കിൽ, ഒരു 10 സെന്റ് പറമ്പ്, അതിനകത്തൊരു വീടും ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവന്ന 5 മൂർഖനെയും 5 അണലിയും പുള്ളിയുടെ വീട്ടിൽ കോമ്പൗണ്ടിലിട്ട് സംരക്ഷിക്കുന്നത്. അത് കോമ്പൗണ്ടിൽ തുറന്നു വിട്ട് അതവിടെ ജീവിക്കട്ടെ. എന്തിനാണ് പിടിക്കുന്നത്? അതിനൊക്കെ ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തന നിയമം, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് പാമ്പിനെ സംരക്ഷിക്കുന്നവരെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്ര കൊലക്കേസത്തിന് ശേഷമാണ് ശാസ്ത്രീയ എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഇതിന് മുന്നേ എവരും കമ്പിയും പാരയും വെച്ച് തോണ്ടിക്കൊണ്ട് നടന്നവർ തന്നെയാണ്. ഈ ഉത്തര കൊലക്കേസത്തിന് ഞാൻ ഈ ടാർഗറ്റ് ചെയ്ത് എൻ്റെ പേര് ബൂസ്റ്റപ്പ് ചെയ്ത് വന്നപ്പോൾ പലർക്കും പിടിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ശാസ്ത്രീയത വന്നിരിക്കുന്നു. ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന സാധനങ്ങൾ വെച്ച് പാമ്പിനെ പിടിക്കുന്നു എന്ന് പറയുന്നതിന് ഞാൻ എന്നും എതിരാണ്. ഒരു സംശയമില്ല. ഇതിനെ ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കും, ഒറ്റ ചോദ്യമുള്ളൂ. പാമ്പിനെ സംരക്ഷിക്കണം. ദേശീയ മൃഗമെന്ന് അറിയപ്പെടുന്ന കടുവയെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചാനൽ വഴി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അത് ശരിയാണോ? ആ കടുവ മരണപ്പെടുമ്പോൾ വാലിട്ടടിക്കുന്ന വീഡിയോ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. പോട്ടെ, കടുവ ദേശീയ മൃഗം. ഒരു കടുവ നാട്ടിലിറങ്ങിയപ്പോൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ, വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കാൻ പാടില്ല. വെടിവെക്കുന്ന ആളിനെ വീരപുരുഷനായി പരിരക്ഷിച്ചിരിക്കുന്നു. പിന്നെ രണ്ടാമത് പാവം ഓടിപ്പോയി കാട്ടിൽ തിന്നാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി സഞ്ചരിക്കുന്ന പന്നി പല കൃഷി സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഞാനൊരു ചോദ്യമേ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ പ്രളയത്തിൽ ലോകത്തിൽ, ഈ കേരളത്തിലുണ്ടായ നാശനഷ്ടത്തിൻ്റെ, കൃഷിനാശത്തിൻ്റെയും നാശനഷ്ടത്തിൻ്റെയും 1% ഒരു പന്നി ഒരു വർഷം നാട്ടിൽ വിതയ്ക്കുന്നുണ്ടോ? പന്നി
പന്നിയെ സംരക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ പന്നിയെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടേണ്ട പന്നിയെ നമ്മൾ കിണറ്റിൽ അകപ്പെടുന്ന പന്നിയെ വലയിൽ കയറ്റി പകുതിയിൽ നിർത്തിയിട്ട് വെടിവെക്കുന്ന വീഡിയോ കാണിക്കുന്നു. എന്ത് മൃഗീയമാണത്! ഇതൊക്കെ എന്താണ്? അതിനേക്കാളും വലുതാണോ ഈ പാവപ്പെട്ട പാമ്പിനെ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, ഒരു പാമ്പിനെ പിടിക്കാൻ വീട്ടിൽ പോയി? ഞാൻ ഒരു പാമ്പിനെയും കൊന്നിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു 13-14 വയസ്സിലെ മേഖലയിലേക്ക് വന്നിട്ട് വല്ല അപകടം പറ്റിയ പാമ്പുകളെല്ലാം പിടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നിട്ട് വല്ല പാമ്പ് വണ്ടി കയറിയതോ അല്ലെങ്കിൽ നായി കടിച്ചതോ അല്ലെങ്കിൽ പരസ്പരം ആളുകൾ എറിഞ്ഞതോ അങ്ങനെയൊക്കെയുള്ള കുറേ പാമ്പുകൾ എൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ എൻ്റെ കൈ കൊണ്ട് ഈ പാമ്പ് മേഖലയിലേക്ക് വന്നതിന് ശേഷം ഒരു പാമ്പിനെയും കൊല്ലേണ്ട അവസരം ചിലയൊക്കെ പിടിച്ച് ചെറുക്ക് നീർക്കൊലയും ചേരയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ വെനമുള്ള പാമ്പിനെ ആദ്യം പിടിക്കുന്ന മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞിനെ തന്നെയായിരുന്നു. അത് വളരെ ഒരു 13-14 വയസ്സിന് താപ്പോട്ടുള്ള സമയത്താണ് അത് ചെയ്തു എന്നുള്ളതാണ്. അതൊക്കെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 226 രാജവമ്പരെ പിടികൂടി. 226 രാജവമ്പല എൻ്റെ 7ാമത്തെ 8ാമത്തെ രാജവമ്പല കോട്ടമൺ പറയുന്ന പിടികൂടുന്ന രാജവമ്പ് അല്ല ഇതുപോലെ വിളിച്ചിട്ടൊരു മരത്തിന്റെ മണ്ടയിലായിരുന്നു 4 മണിക്കൂർ മറ്റായിരുന്നു അതിനെ പിടികൂടാണ്ട് 4 മണിക്കൂർ. കണ്ടു ഒരു പയ്യൻ മരത്തിന്റെ മണ്ട മുകളിൽ കയറി കുലുക്കിയിട്ട് നിങ്ങൾ പാമ്പ് വരുമ്പോൾ ഒറ്റ കൈ കൊണ്ട് ആ പാമ്പിനെ പിടിക്കുന്നത് തറയിൽ വീണാൻ മരിച്ചു. എൻ്റെ തലയോ താടിയൊക്കെ അടിച്ചിട്ട് ഗ്ലാൻഡൊക്കെ അടിച്ച് മരണപ്പെടും. അതിന് മുന്നേ ഞാൻ പിടിച്ചു അതിന് തറയിൽ വീഴാതെ ഒരു പോലും ഇല്ല. അത് ഞാൻ നല്ല ഉറപ്പായിട്ട് നല്ലത് നോക്കി തന്നെ നിന്ന് അത് വരുന്ന സാഹചര്യം പിടിക്കേണ്ട സാഹചര്യം മനസ്സിൽ കണക്കാണ്. അവർ എന്ത് ഉപയോഗിക്കും? തറയിൽ വീണ് മരിക്കും. അത് തന്നെ എൻ്റെ ടൂൾസ് ഉപയോഗിക്കുന്നത്. അതല്ല വേറെ എന്ത് ഉപയോഗിക്കാൻ? അതെനിക്ക് തോന്നുന്നു ഒരു 45 അടി 50 അടിക്ക് മേളിൽ ഹൈറ്റ് ഉണ്ടായിരുന്നു. അതെ, പാമ്പ് കടി ഏറ്റതിന് ശേഷം എത്ര സമയം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത്? എനിക്കൊന്ന് ഒരു അരമണിക്കൂറിന് താഴെ ആയിട്ടുള്ളൂ. അരമണിക്കൂർ ആ ഭാരത് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ? അതെ, 100%. അതുകൊണ്ട് അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ സാധ്യത കുറവായിരുന്നു. കാരണം അവിടെ അത്രയുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ള. അല്ലെങ്കിൽ അത്രയ്ക്ക് അപ്പോൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 5-6 ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് ചേർന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരുടെ ഒരു അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 ഡോക്ടർ മെഡിസിൻ കിട്ടാൻ സാധ്യത. അപ്പോൾ അവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് ആന്റിവൻ അവർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ഏറ്റവും ആദ്യം ശ്വാസം നൽകാൻ ശ്രമിച്ചത് ആ വണ്ടി തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയ വണ്ടിയുടെ ഡ്രൈവർ, അതോടൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ വാർഡിന്റെ മെമ്പർ, പിന്നെ ഭാരത് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ ആ ഡോക്ടറുടെ 1-2 ഡോക്ടർമാരാണെങ്കിൽ പോലും അവർ പെട്ടെന്ന് എന്നെ ഇൻഡിബേറ്റ് ചെയ്തു. ഒന്നും ഒരു പൈസയും വാങ്ങിയില്ല. അവർ ഫ്രീ ആയിട്ട് ജനം അറിയണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു മരണം നടന്നു, അതെ, അതിനെ നമ്മൾ കുത്തിപ്പോക്കി ഹോസ്പിറ്റലിൽ ഇല്ലായ്മപ്പെടുത്തും. അതെ, 100%. ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്ന് നിങ്ങളെ രക്ഷിച്ച് ജനങ്ങൾക്ക് കൊടുത്ത അത് മാത്രമല്ല വേറെ ദിവസമുണ്ട്. അദ്ദേഹം അവർ ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം ഇൻഡിബേറ്റ് ചെയ്ത് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് മേളിൽ അവർക്ക് ചിലവായിക്കണം. പക്ഷെ അതൊന്നും വേണ്ടെന്ന് അവർ നമ്മുടെ മന്ത്രി വാസവൻ സാറിനോട് പറഞ്ഞിരുന്നു. ഒരു പൈസയും വേണ്ട, നിങ്ങൾ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരെത്തിക്കുന്ന സമയത്ത് അവർ മന്ത്രിക്ക് എന്നെ കൈമാറുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ 18% ഉണ്ടായിരുന്നുള്ളൂ. ബ്ലഡ് തലച്ചോറിന് മേലോട്ട് പൂർണ്ണമായിട്ട് ബ്ലഡ് ഓട്ടം നിലച്ചിരുന്നു ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് തളർന്ന അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ നാക്ക് തിരിയാത്ത നാക്ക് കുഴഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇങ്ങനെ മാത്രമേ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരുന്നത്. ആ സമയത്താണ് മന്ത്രി എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. മന്ത്രി കൊണ്ടുവരുവാണ്. മന്ത്രി ആ ഹോസ്പിറ്റലിൽ നിന്ന് ബലമായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മന്ത്രി എത്ര പേരോട് ഉത്തരം പറയേണ്ടതെല്ലാം പറയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അദ്ദേഹം അവിടെ ആ ഹോസ്പിറ്റലിൽ രക്ഷപ്പെടേണ്ടതല്ലേ? ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിക്കില്ലേ? അപ്പൊ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മെഡിക്കൽ കോളേജിനോടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരോടുള്ള ആത്മവിശ്വാസം അത് ഭയങ്കരമാണ്. കാരണം കേരളത്തിൽ 7 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നൊരു ഹോസ്പിറ്റലാണ്. ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. ഇതിനേക്കാളും വലിയ ഹോസ്പിറ്റലിൽ ചെയ്തൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം സർക്കാരിൻ്റെ സ്വന്തം നമ്മുടെ സ്വന്തം, അതായത് നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്വന്തമാണ്. പ്രൈവറ്റ് അല്ലാത്ത എല്ലാം നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ആ നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളത് പ്രാധാന്യം കൊടുക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ അധികാര പരിധിയിൽ എനിക്ക് ഒരു പൈസയും ചിലവായിട്ടില്ല, അടുത്ത ആഹാരത്തിനോട് എനിക്കൊരു പൈസ ചിലവാക്കേണ്ടി വന്നിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവൻ്റെ ആദ്യത്തെ ഘട്ടം ഭാരത് ഹോസ്പിറ്റലിലാണ് മുന്നോട്ട് വെച്ചത്. കടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ചവിട്ടാതെ കടിക്കില്ലെന്നേ പറഞ്ഞിട്ടില്ല. ഞാൻ പോയി പിടിച്ചപ്പോൾ കടി. അത് മാത്രമല്ല 4-5 ദിവസം കൊണ്ട് അവരതിനെ കണ്ടുകൊണ്ട് അവനെ വിരട്ടി പാറയുടെ കയറ്റിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അത് പോകാൻ അനുവദിക്കായിരുന്ന നല്ല കാര്യം. കാരണം അത് തൊട്ട് മുൻപ് വീട്ടിന്റെ കൊച്ചു വീടുകളാണ്. അവിടെ എല്ലാം കൊച്ചു വീട്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഒരു തോടുണ്ട്. ആ തോടിന്റെ സൈഡ് പാറക്കെട്ടുകളാണ്. ഇതിനകത്തൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതാകുമ്പോൾ ഒരു സേഫായിട്ട് വെച്ചു. ഞാൻ വരുമെന്ന് ഞാൻ ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കൊന്ന് ഇവർ എന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് തുറന്നു വിട്ടു എന്നുള്ളതാണ്. കാരണം അവർക്ക് വനംവകുപ്പിൽ പോകാനോ ഒന്നിനും സമയമില്ല. കാരണം എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ളത്. പിന്നെ അവർ ആളില്ലാത്ത സ്ഥലത്ത് വേറെ ആൾക്കാർക്കും ജനവാസമില്ലാത്ത മേഖല എവിടെയാണ് തന്നെ റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സുരേഷ് നല്ല മേശനാണ്. അതെ.
നല്ല രീതിയിൽ സ്പീഡിൽ പണി തീർക്കുന്ന ഒരു മേശനാണ്. സുരേഷ് ഇന്ന് 30 ദിവസം പണി തീരുന്നെങ്കിൽ ഒരു 1500 രൂപ ഒരു മേശന് കിട്ടും. 45,000 രൂപ ഒരു അത് മാത്രമല്ല നിങ്ങൾ ശരിയായിട്ട് നിങ്ങളുടെ പണിയെക്കാട്ടിൽ കൂടുതൽ ഈ പണിയെ സ്നേഹിക്കാനുള്ള കാര്യം എന്താ? അല്ല, എനിക്ക് അത് ഓരോരുത്തർക്കും ഓരോ ക്രേസ് അല്ലേ. ഇപ്പൊ സാറ് ഓൺലൈൻ മീഡിയ സ്നേഹിക്കുന്നു, അതുപോലെ ഓൺലൈൻ മീഡിയക്ക് പ്രാധാന്യം കാണിക്കുന്നു. അപ്പൊ എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. എനിക്ക് ദാരിദ്ര്യം, എനിക്ക് എന്താ പറയുക എന്നും ദുഷ്പേരുകളും എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അതുമാത്രമല്ല എന്നും ദാനനഷ്ടവും എന്നും അപകടങ്ങളും മാത്രമേ എൻ്റെ കൂമ്പാരമായിട്ട് ജീവിതത്തിൽ വന്നുള്ളൂ. പക്ഷേ ഞാൻ പാമ്പ് എന്ന് പറഞ്ഞ സാധുവായ ജീവിയെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ മുഴുവൻ ആൾക്കാരും പാമ്പിനെ തിരിച്ചറിയാൻ തുടങ്ങിയത്, പാമ്പിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, തന്നെ കൊല്ലരുത് എന്നുള്ള രീതിയിലേക്ക് പോയത്. ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണെന്നും നമ്മളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നും എന്നാൽ ഇവർക്ക് അന്തരീക്ഷവുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നും അതുപോലെ പാമ്പിൻ്റെ വെനമെന്ന് പറയുന്ന ഔഷധം നമുക്ക് എപ്പോഴും നമ്മുടെ മാരകമായ അസുഖങ്ങൾക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിനകത്ത് രക്തം കട്ടപിടിച്ച് അലിയിപ്പിക്കുന്ന മരുന്ന് ഉൾപ്പെടെയുള്ള പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മരുന്ന്, ആന്റിവെനം എന്നറിയപ്പെടുന്ന മരുന്നൊക്കെ ഉൾപ്പെടെ അങ്ങനെ ഒട്ടനവധി മരുന്നുകൾ ഈ സാധുവായ ജീവിയുടെ ഗ്ലാൻഡിലിരിക്കുന്ന വെനത്തിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്ന തിരിച്ചറിഞ്ഞപ്പോൾ ഇത് ഭൂമിയിൽ അവശേഷിക്കേണ്ടവയാണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു മനസ്സിൽ അന്നത്തെ കുഞ്ഞു വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടങ്ങളിൽ കുഞ്ഞിലേ തുടങ്ങിയ ഒരു യാത്ര ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരുടെ മുന്നിലേക്ക് മെസ്സേജ് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇത്രയും പാമ്പിനെ പിടിക്കും, നമുക്ക് ഇത്രയും പാമ്പുകളുണ്ട്. അതെ, എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇതിന്റെ വെനം എടുത്ത് അത് നമ്മുടെ ആരോഗ്യരംഗത്തേക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് നല്ലൊരു ചോദ്യമാണ്. കാരണം ഇത് തുടങ്ങി വെച്ചാൽ നാളെ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ രംഗി രാഘവൻ സാറിന്റെ സ്നേക്ക് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്കറിയാം ജീവനോടെ മൃഗങ്ങളെ ചുട്ടുകൊന്ന കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വെനം മിൽക്ക് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ പുറത്തൊരാൾ ഇപ്പം ഞാൻ പിടിക്കുന്ന പാമ്പിൻ്റെയോ മറ്റൊരാൾ പിടിക്കുന്ന പാമ്പിൻ്റെ വെനം ഒരിക്കലും മിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വെനം എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനാണ്, ഭയങ്കര, അതായത് അത്രയ്ക്ക് സൂക്ഷിച്ച് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാതെ വളരെ സൂക്ഷിച്ച് നല്ല ലാബറട്ടറികൾക്കകത്ത് വെച്ച് മാത്രം മിൽക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പക്ഷേ ഇത് സർക്കാർ ചെയ്ത് ഒരു ഭീമമായിട്ടുള്ള ഒരു സംഖ്യ നഷ്ടം വരും. ഇത് കളക്ട് ചെയ്യാം, പക്ഷേ കളക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പിടിക്കുന്ന പാമ്പ് 1 or 10 പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് മിൽക്ക് ചെയ്ത് കളക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ വെനം അത്രയ്ക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർ ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു ഭാരിച്ച ചെലവാണ്. ഇപ്പോൾ ഒരു വീട് ഇല്ല, എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പാർട്ടിയുടെ ആളെ നേരത്തെ കാലഘട്ടത്തിൽ എനിക്ക് എന്റേതായ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷെ മാസ്റ്റർ പാർട്ടിയുടെ ചായ ഇപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ പാർട്ടിയില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് വാസവൻ സാറാണ്. വാസവൻ സാറ് CPM-ന്റെ ആളായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെല്ലാം അവിടുത്തെ ഡോക്ടർമാരെല്ലാം CPM-ന്റെ ആളെന്നോ കോൺഗ്രസിന്റെ ആളെന്നോ BJP-യുടെ ആളെന്നോ പറയാൻ പറ്റില്ല. അവിടെ നാനാജാതി, അതായത് ജാതിയില്ലാതെ മതമില്ലാതെ ഒരൊറ്റ മനസ്സോടുകൂടി, രാഷ്ട്രീയമില്ലാതെ ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ വളരെ ഇപ്പം നിങ്ങളോടൊപ്പം ഈ ചോദ്യത്തിന് തന്നെ മറുപടി പറയാൻ കഴിയുന്നതാണ്. അതെ, ഒരു മുറി അതെ പാമ്പിനെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും ഒരിക്കലും വരുന്ന പാമ്പിന് 2 ദിവസമായാലും കാട്ടിൽ കൊടുക്കുന്നത് വരെ വെക്കാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ അതൊന്നുമില്ല, വീട് എവിടെ വെക്കണമെന്നുള്ള ഞാൻ തീരുമാനിച്ചിട്ടില്ല. വീട് എങ്ങനെയാണ് വെക്കേണ്ടത് തീരുമാനിച്ചത്. എൻ്റെ പഴയ വീട് പൊളിക്കാണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ആ പഴയ ഓലമഞ്ഞ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വരും കാലങ്ങളിൽ തീരുമാനിക്കുക. സുരേഷ് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതെ, നിങ്ങൾ ഇപ്പം രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ രാഷ്ട്രീയമില്ല. മതത്തെ കുറിച്ച് ചോദിച്ചു, നിങ്ങൾ കാണാൻ വരുന്ന ആൾക്കാർക്ക് മതവുമില്ല. ഒരു സ്ത്രീ വന്ന് കരയുന്നത് അത് തന്നെ ഞങ്ങളുടെ കണ്ണിൽ വെള്ളം നിറയുന്നു. അതുകൂടാതെ ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും, സ്വന്തമായ വീടില്ല. ഞാൻ ചോദിക്കുന്നത്, ആർക്കാണ് ഒരു സ്വന്തമായ ഒരു വീട്, ഭാര്യ, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളില്ലാത്ത ഏതെങ്കിലും മനുഷ്യൻ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒത്തിരി പേരുണ്ട്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന നമ്മുടെ ആരാധ്യനായ നമ്മുടെ മഹാത്മജിയത്തിന് നമ്മളെടുത്ത് അദ്ദേഹത്തിന് എന്ത് നേടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തുണ്ടായിരുന്നു? ഒരംശവും അദ്ദേഹം 100% ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള 1% ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വണ്ടൂരിൽ നിന്ന് അമ്മ രാവിലെ KSRTCക്ക് പോന്നു. അല്ല, ഇന്നലെ വൈകുന്നേരം പോന്നു, രാജറാണിക്ക് പോന്നു. പിന്നെ ഞങ്ങളെ വണ്ടൂര് അവിടെ നിർമ്മല ഹോട്ടലിലൊക്കെ അന്നദാനമൊക്കെ നടത്തി. അത് വണ്ടൂര് ന്യൂസിലുണ്ടാവും, കണ്ടില്ലേ? അതന്നെ ഞങ്ങളെ തന്നെ അവിടെ തന്നെയാണ്, അവിടെ തൊട്ടടുത്ത്. ആദ്യമായിട്ട് കാണണമെന്നില്ല, ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിരുന്നു. അതില് ആ മെസ്സേജില് മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ, പക്ഷെ അതൊന്നും ഇവിടെ കാണൂലല്ലോ. അപ്പൊ എനിക്ക്
ഭയങ്കര സന്തോഷം തന്നാല് ഒരുപാട് സന്തോഷം തന്നാല്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പള്ളികളിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ, മുസ്ലിം പള്ളി ആയിക്കോട്ടെ. ഞാൻ അമ്പലവാസിയായിരുന്നു, അമ്പലത്തിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചവർ മുഴുവനും ജാതിയില്ലാതെ, മതമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ എല്ലാവരും പ്രാർത്ഥിച്ചു. വനം വകുപ്പിന്റെ ഓഫീസർമാർ അറിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വനം വകുപ്പിന്റെ PTPയിൽ നടന്ന ക്ലാസ് ഉൾപ്പെടെ അങ്ങനെ മലപ്പുറത്തും കോഴിക്കോടും താനൂരും ഒക്കെ നടന്ന, കാസർഗോഡ് വരെ നടന്ന ക്ലാസ്സുകളിൽ, വനം വകുപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, വനം വകുപ്പിന്റെ പേരിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ, അവയർനെസ് ക്ലാസ്സുകളിൽ എൻ്റെ ഫോട്ടോ, എൻ്റെ കാര്യം, ഞാൻ പാമ്പിനെ ഇങ്ങനെ പണ്ടെങ്ങാണ്ട് 10-15 വർഷങ്ങൾക്ക് മുന്നേ പാമ്പിനെ ഇങ്ങനെ തലയെ പിടിച്ചിരിക്കുന്ന, ആദ്യമൊക്കെ പിടിക്കുന്ന രാജവമ്പലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന വീഡിയോ കാണിച്ചിട്ട് പാമ്പിനെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല, അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പേര് മാത്രം, എൻ്റെ പടം മാത്രം കാണിച്ചു. എൻ്റെ എത്രയോ ഇംഗ്ലീഷുകാർ അങ്ങനെ പിടിക്കുന്ന വീഡിയോസും ഫോട്ടോ ഉണ്ട്, അത് കാണിച്ചില്ല, എൻ്റെ പേര് കാണിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ചെയ്തു. അതുപോലെ വേറെ തമാശയുണ്ട്. പാവസുരേഷ് അങ്ങനെ പിടിച്ചിരിക്കുന്നു, കാണാൻ പാടില്ല. ട്രെയിനിങ് നേടിയ ആൾ കോതമംഗലത്ത് ഒരു കോതമംഗലത്ത് പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് നേടിയ ഒരു പ്രായമുള്ള ഒരാളിനെ ഒരു രാജവമ്പലെ കണ്ടിട്ട് പെരുമ്പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി പിടിച്ച് 1.5 കിലോമീറ്റർ അതിൻ്റെ കഴുത്തിന് വിമർത്തി പിടിച്ചുകൊണ്ട് ഒരു വലിയ രാജവമ്പല 5 പേര് ഇങ്ങനെ പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടന്നു വരുന്നൊരു വീഡിയോ ഉണ്ട്. എൻ്റെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട് ഇന്നും. അത് തലയിൽ അമർത്തി പിടിച്ചിരിക്കുന്നു. അമർത്തി പിടിക്കാൻ പാടില്ല. ഞാനങ്ങനെ തലയിൽ പിടിച്ചപ്പോൾ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്തവരുടെ, ട്രെയിനിങ് നേടിയവരാണ് പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചുകൊണ്ട് പാചകമായി വനമുള്ള രാജവമ്പലെ പോയി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. പാമ്പിനെ തിരിച്ചറിയാൻ പോലും പാടില്ലാതെ എന്ത് ട്രെയിനിങ് ആണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന ട്രെയിനിങ് കൊണ്ട് ഏത് പാമ്പുകളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. ഒരു ദിവസം കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് കൊടുക്കുന്ന ക്ലാസ്സുകളിൽ, ആ ക്ലാസ് കഴിഞ്ഞിട്ട് അവസാനം ഒരു മൂർഖൻ പാമ്പിനെ, ഒരു പെരുമ്പാമ്പിനെ വെച്ച് 25 പേരെ 100 പേരെ പിടിപ്പിക്കുന്ന ഒരു പീഡനം, അതാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് പോലും ഇന്ന് വരെ ഒരു പാമ്പ് കടിയും ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പത്തനാപുരത്തും മറ്റുമൊക്കെ ഇരുന്ന കറവൂരൊക്കെ ഇരുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ JP സാറിന് എത്ര പ്രാവശ്യം വനം വകുപ്പിൻ്റെ കീഴിൽ നിന്നപ്പോൾ പാമ്പ് കടിയേറ്റിട്ടുണ്ട്, എത്ര പ്രാവശ്യം പാമ്പ് കടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അണലിയുടെ കടിയേറ്റിട്ട് കിംസിലേക്ക് കിടന്ന സമയത്ത് 6 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചിലവായില്ലേ? ആരാ കൊടുത്തത്? വനം വകുപ്പല്ലേ കൊടുത്തത്. ഇപ്പം ഞാൻ പാമ്പടിയിട്ട് കിടന്നിട്ട് എനിക്ക് എത്ര പ്രാവശ്യം ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് വനം വകുപ്പിൻ്റെ. ഒരു പ്രാവശ്യം ഗണേഷ് കുമാർ സാർ വനം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 38,500 രൂപ എൻ്റെ വെള്ളം ആമ്പിട്ടിയതിൻ്റെ പൈസ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ പിന്നെ അതിനുശേഷം ഒരു പ്രാവശ്യം നമ്മുടെ തിരുവനന്തപുരത്ത് DFO പ്രദീപ് കുമാർ സാർ DFO ആയിട്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നെ കാണാൻ അദ്ദേഹം വരികയും 10,000 രൂപ ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞ് തരികയും ചെയ്തു. അല്ലാതെ ഒരു പ്രാവശ്യം ഈ 10-14 പ്രാവശ്യം കടിയേറ്റിട്ട് ഒരു പൈസ ഞാൻ വാങ്ങിച്ചില്ല. 226 രാജവമ്പല വനം വകുപ്പിൻ്റെ കീഴിൽ നിന്ന് വാങ്ങിച്ച് എത്ര രൂപയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വനം വകുപ്പിൽ നിന്ന്? സാമ്പത്തികമായി നേട്ടം കൊയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ സുരേഷിനെ എതിർക്കുന്നത്. എനിക്കറിയില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടും വിളിച്ചാൽ ഉടനെ അവരുടെ കയ്യിൽ എത്ര സാമ്പത്തികം ഉണ്ട് എന്ന് നോക്കാതെ നിങ്ങൾ പോകുന്നതുമാണ് ഇവരുടെ പ്രശ്നം. അതൊന്നും അല്ല, അവർക്ക് ഇതുപോലെ പറ്റുന്നില്ല. ഇതിന് പ്രത്യേകിച്ച് എന്നെ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പരമാവധി എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മതിൽ പൊളിച്ചെങ്കിലും എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ മതിലൊരു വലിയ മതിലിൽ പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്കെങ്കിലും പൊളിച്ചാനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുരേഷിന് അതെ, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതെ. ഈ സഹോദരന്മാരുടെ കാര്യം പൊക്കോട്ടെ, ഈ അച്ഛനോടും അമ്മയോടും ഒരു കടപ്പാടില്ലേ? അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷെ പെറ്റു വളർത്തി നിങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനോടും അമ്മയോടുള്ള കടപ്പാട് എങ്ങനെയാണ് വീട്ടാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു നിങ്ങൾ വീട് വേണ്ട എന്ന് എല്ലാവരോടും പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് അവർക്കല്ലേ? അവർ മരിക്കുമ്പോ എന്റെ മോൻ സ്വസ്ഥമായി സമാധാനമായി വീട്ടിൽ ജീവിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മരിക്കാൻ അവർക്ക് കഴിയാതെ വരില്ലേ? അതിലൊരു കാര്യം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു അമ്മച്ചി ദേശീയ പതാക ഉയർത്തുന്നു. ആ അമ്മയുടെ വീട് വെറും ഒരു ഷീറ്റ്, വെറും ഒരു ടാർപ്പാളം പൊതിഞ്ഞൊരു വീടായിരുന്നു. അതിപ്പോൾ നമ്മുടെ മറുനാടൻ സെക്രട്ടറി സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരോ 15 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നനയാതെയാണെങ്കിൽ പോലും ഒരു 4 ചുവരിൻ്റെ മേളിലൊരു ഓലക്കൂരയുണ്ട്. ഇതുപോലും ഇല്ലാത്ത എത്ര പേര് നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും പണ്ടേതായ അന്നുള്ള കാര്യങ്ങൾ നടക്കണമെന്നുള്ള, ഒരിക്കലും അവർക്ക് ധനത്തോട് മോഹമില്ല, അന്നുള്ള കാര്യങ്ങൾ നടക്കണമെന്നുള്ളൂ. അതുകൊണ്ട് മാത്രമേ എനിക്കിങ്ങനെ ആവാൻ കഴിഞ്ഞത്. ഒരിക്കലും ഉണ്ടാകത്തില്ല. 100% ഉറപ്പായിട്ട് ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് 100% ഞാൻ അടിവരായിട്ട് പറയുന്നു. എത്താൻ സാധ്യതയില്ല. ഇനി ആരെന്ത് വിശ്വസിച്ചാലും എനിക്കൊരു കാര്യമില്ല. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, അത് ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും അറിയാം. 1% ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹം ആ റിസ്ക് എടുത്ത് അവിടെ കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഈ എന്താ പറയുക, ഈ വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുരേഷിന് നല്ലൊരു ജീവിതം വേണം എന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നു. അതെ. സുരേഷിന് എന്തുകൊണ്ടാണ്, സുരേഷിനൊരു മകളുണ്ട്, മകളെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പഴയ കുടുംബ ജീവിതം തിരിച്ചു കൊണ്ടുവന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാറില്ലേ? വ്യക്തിപരമായ ഫാമിലി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ താല്പര്യമില്ല കാണിക്കുന്നില്ല. കാരണം ഞാനത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ അറിയാതെ, എൻ്റെ വീട്ടുകാരുടെ സഹോദരിയെ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും എനിക്ക് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ചാനൽ വഴിയോ എൻ്റെ ഫാമിലി മാറ്റർ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല.
അത് എൻ്റെ മാത്രം വിഷയമാണ്. അത് ഒരിക്കലും ഞാൻ പൊതുജനങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യന് അതെ ഒരു ജീവിതം ഇല്ലാതെ പോകുന്നു? ഇപ്പൊ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ കാപ്പി എടുത്തു തരാൻ അമ്മയുണ്ട്. അതെ, നാളെ പോകേണ്ടത് സഹോദരിയുടെയോ സഹോദരന്റെയോ വീട്ടിലേക്കാണ്. അമ്മയെടുത്ത് ചെല്ലുന്ന സ്വാതന്ത്ര്യത്തിൽ അവരുടെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പറയാം. ഇന്നും ഉണ്ടാകുന്ന ഒരു നാളെ ഉണ്ടാവും നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ വരുമ്പോൾ കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ചട്ടക്കൂടുകളും അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചില ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മരണം വരെ കൊണ്ടുപോകുന്നു. അത് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ തീരുമാനങ്ങളെടുത്ത് ഒഴിവാക്കി എന്നുള്ളത്. അതിന് വേറെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആമസോണിൽ പോയി ആനക്കൊണ്ടേ പിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആമസോണിൽ ഇപ്പോൾ ആനക്കൊണ്ടേ പിടിക്കേണ്ടതല്ല, ഇവിടെ ആനക്കൊണ്ടേ പിടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് സൂവിൽ 14 ആനക്കൊണ്ടേ കൊണ്ടുവന്നില്ല. അതിനെ സൂവിൻ്റെ കൂടിനകത്ത് തുറന്നു വിട്ടിട്ടുള്ള അവസരം, തുറന്നു വിടാനുള്ള കൈ കൊണ്ടെടുത്ത് കൂടിലേക്ക് വിടാനുള്ള അവസരം എനിക്കുണ്ടായി. അതുകൊണ്ട് ആനക്കൊണ്ടേ പിടിച്ചില്ല. ആമസോണിൽ പോകണ്ട, ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള അവസരം ഒരുങ്ങി എന്നുള്ളതാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്ന പാമ്പിനെ അദ്ദേഹം പാമ്പെന്നല്ല, അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് അടുത്തറിയാനും ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എനിക്ക് US ജോലി ചെയ്യുന്ന മാന്നാർ സ്വദേശി ശ്രീമാൻ ഹരിസ് സാർ അതിനുവേണ്ടിയുള്ള അവസരം ഒരുക്കാം. അതിനൊരു പൈസയും ചെലവില്ല, എല്ലാ ചെലവും അദ്ദേഹം വഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ ഭയപ്പെട്ടു ശരിയായിട്ടും? അതെ, ഞാൻ മരിച്ചിരുന്നു. അതെ അതെ, എന്റെ കടം വീട്ടാൻ ഈ വീട്ടുകാർ ഓടി നടക്കേണ്ടി വരില്ലായിരുന്നു. ഭയം നിങ്ങളെ മുറുകിയില്ലേ? ഭയമൊന്നും എനിക്കില്ല. പിന്നെ ഒരു ബാധ്യത എന്നും ഒരു അലട്ടലായിരിക്കും. കാരണം ഞാൻ ഇരിക്കുമ്പോൾ ആ കടം വീടിന് എനിക്ക് തന്നവർ, ഞാൻ കൊടുത്തവരറിഞ്ഞെങ്കിലും വാങ്ങിയവർ അറിയണമെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് കടങ്ങൾ കൊടുത്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ലോൺ എടുക്കണം എന്നുള്ള ആഗ്രഹം. ഈ അടുത്ത കാലത്ത് ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു, പൈസ തന്നില്ലെങ്കിൽ ചാനൽ വഴിയൊക്കെ എഴുതി നാട്ടിക്കളയും വീഡിയോ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ ഒരാൾ എന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു, എന്നെ തെറിയെ കുറിച്ച് സംസാരിച്ചു. ഇതുവരെ എത്ര പ്രാവശ്യം പാമ്പ് കടിച്ചിട്ടുണ്ട്? പാമ്പ് കടിയുടെ കണക്കുകൾക്കൊന്നും പ്രത്യേകത, കാരണം എനിക്ക് അല്ല 4000-ന് മേളിൽ കടിയുണ്ട്. അത് 4000-ന് മേളിൽ കടിയുന്നത് എൻ്റെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഞാൻ പെരുമ്പാമ്പിനെ, കാട്ടുപാമ്പിനെ, മണ്ണൂലിയെ, അതുപോലെ വെല്ലൂന്നി, ചേര, അങ്ങനെയുള്ള എല്ലാ പാമ്പുകളും കടിപ്പിക്കുന്നുണ്ട്. ചുണ്ടിലും മൂക്കിലും മുഖത്തൊക്കെ കടിക്കുന്നത്. അത് എൻ്റെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്നും വെനമുള്ള പാമ്പല്ല എന്നുള്ള അങ്ങനെയാണ് 4000-ലേറെ കടിയിൽ ഞാൻ പറയുന്നത്. ഏറ്റവും വേദനയുള്ള വേനുള്ള കടി ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഈ കടിച്ചത് വേദനയുള്ള കടിയല്ല. ഏറ്റവും വേദനയുള്ളത് പാമ്പുകളുടെ കടിയില്ല. എന്നെ വേദനിപ്പിക്കുക, എനിക്ക് മോശമായിട്ട് പറഞ്ഞവരുടെ വേദനകൾ മാത്രമാണ് എന്നും എന്റെ മനസ്സിൽ വേദനിപ്പിക്കുന്നത്. 100%. ഒരു പാമ്പിനെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ അണ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാലഘട്ടം, പാമ്പുകൾ ഇണചേരുന്ന കാലഘട്ടം നവംബർ, ഡിസംബർ, ജനുവരിയാണ്. അപ്പൊ ആ സമയത്ത് സ്ഥിരം ഒരു പൊത്തിനകത്തൊരു പാമ്പിനെ കാണുന്നുണ്ട്. അതിന്റെ അടുത്തത് മറ്റത് ഇവിടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചു. സന്തോഷം. ഞങ്ങൾക്കറിയാം ആരോഗ്യസ്ഥിതി ഇപ്പോഴും മെച്ചപ്പെട്ടിട്ടില്ല. ഇല്ല, ആരോഗ്യസ്ഥിതി എനിക്ക് പ്രശ്നം. എന്നാലും നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യമാണ് ഇപ്പോഴും നിങ്ങളെ നിലനിർത്തുന്നത്. അതും ഞാൻ കാണാനായിട്ട് രാവിലെ തൊട്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾ 12 മണിക്ക് വന്നതാണ്. നമ്മൾ ഇത്ര സമയമായി നിങ്ങളെ കാണാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയാതായി. ഇത്രയും ആൾക്കാർ ആരാധിക്കും. നിങ്ങൾ ഈ സ്നേഹം അവർക്ക് അതേപോലെ തിരിച്ചു കൊടുക്കട്ടെ. നിങ്ങളുടെ ആയുസിനെ നിങ്ങൾ തന്നെ നോക്കുക. കുറച്ചുകൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി നോക്കണമെങ്കിൽ അത് നോക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി പറയുന്നു. എല്ലാവിധ ആശംസകളും. സന്തോഷം.